ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ. ആണുങ്ങളോടല്ല കേട്ടോ, പെണ്ണുങ്ങളോടാണ് പറയുന്നത്. കാരണം അവരാണല്ലോ ഇതൊക്കെ അറിയണ്ടേ. അപ്പൊ അവരോട് പറയാണ് നമുക്ക് വലിയൊരു പ്രതിസന്ധി വരികയാണ്. വാമഭാഗങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പ്രതിഷേധം ഉണ്ടാകത്തില്ല. അച്ഛന്മാരില്ലാതെ വരും, കുമ്പസാരം നടക്കാതെ വരും. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഓർത്തഡോക്സ് അല്ലെങ്കിൽ കഞ്ഞിക്കുഴി മെത്രാൻ കക്ഷിയിൽ നല്ല കില്ലാടി അച്ഛന്മാരുണ്ട്, കുമ്പസാരിപ്പിക്കാൻ നല്ല ബിരുദന്മാരായ അച്ഛന്മാരുണ്ട്. കുമ്പസരിക്കാൻ പോയതാണ്. ആ കുമ്പസാരക്കാർ നല്ല മികച്ച രീതിയിലുള്ള കുമ്പസാരം ഈ കസ്താന് വാഴ്ചയിൽ ജ്ഞാനായ സമുദായത്തിന് ഉറപ്പുവരുത്തിക്കൊണ്ട് സമുദായം എത്താൻ വലിയ നീക്കം നടത്തുകയാണ്. ജ്ഞാനായക്കാര് നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ പെങ്ങന്മാരെയും ഭാര്യമാരെയും കുമ്പസാരിപ്പിക്കാൻ ദേവലോകത്തിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇനിയാണ് ശരിയായ കുമ്പസാരം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർത്ത് ആനന്ദിക്കുക. നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പുഷ്കലകാലമാണ്. നല്ല നല്ല കുമ്പസാരങ്ങൾ നടക്കും. അപ്പൊ കുമ്പസാരത്തിന് വേണ്ടി പ്രത്യേക സ്ക്വാഡിനെ നിങ്ങളുടെ മെത്രാൻ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ യോഗത്തിൽ ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാള് നമ്മളെ ഇവിടെ വന്ന് കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം ഒന്നും കുമ്പസാരമല്ല. ശരിയായ കുമ്പസാരം ഇനിയാണ് നടക്കാൻ പോകുന്നത്. സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല, എന്നാലും മാമൻ പറയാം. മാമന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞു 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ബാബു റോയിയും കീരിമത്തായും ഒരുമിച്ച് ഒരു മരക്കൊമ്പിൽ ഇരിക്കും എന്ന് തന്നെന്നം താനെന്നം താളത്തിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ. ദേവലോകത്തോട്ട് പ്രണയമുണ്ട്. മാർച്ച് 27 ഞങ്ങള് അവിടെ പാമോല് കാച്ചുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ പോകും. ഒരു കുടം കൊണ്ടുവരും. സമുദായ സെക്രട്ടറിയും മെത്രാച്ചനോടെ പോയി ഒരു കുടം പാമോയില് ജ്ഞാനായക്കാരെ മുഴുവൻ എല്ലാ ബാലഗോപാലന്മാരെയും തേച്ചു കുളിപ്പിക്കാനുള്ളത് അവിടുന്ന് കൊണ്ടുവരും. പണ്ടത്തെ പോലെ ചെറിയ കുടത്തിലല്ല, വലിയ കുടത്തിൽ കൊണ്ടുവരും എന്ന് പറയണം. അപ്പോ ഈ ചില നമ്മുടെ ഈ പഴയ കാലത്തൊക്കെ, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ എല്ലാവരും പ്രണയം തുറന്നു പറയുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പ്രണയമെല്ലാം ഗോപ്യമാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ തമ്മിൽ പ്രേമം ഉണ്ടോന്ന് വെച്ചില്ല. ചിലർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും. സംശയം ഉണ്ടെങ്കിൽ അവസാനം ഒളിച്ചോടുന്നതിന്റെ തലേദിവസം ചോദിച്ചാലും, അല്ലെങ്കിൽ ട്രെയിനിന്റെ മുമ്പിൽ ചാടുന്നതിന്റെ തലേദിവസം ചോദിച്ചാലും ഇവര് പറയും ഒരു പ്രേമവും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നേ പറയത്തുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ അറിയുന്നത് രണ്ടുപേരോട് ഒളിച്ചോടി എന്നറിയുന്നു. അപ്പൊ ചില ആളുകളൊക്കെ പറയും ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പൊ നമ്മുടെ ഈ റോയ് മെത്രാച്ചൻ ഒരു ഓൾഡ് ഫാഷൻ കാമുകനാണ്. ഓൾഡ് ഫാഷൻ. എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങള് ഓൾഡ് ഫാഷൻ പ്രേമം വെക്കണ്ട. ഇത് ആധുനിക കാലമാണ്. പ്രണയമുണ്ടെങ്കിൽ തുറന്നു പറയുക. ദേവലോകത്തോട്ട് പ്രണയമുണ്ട്. മാർച്ച് 27 ഞങ്ങള് അവിടെ പാമോല് കാച്ചുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ പോകും. ഒരു കുടം കൊണ്ടുവരും. സമുദായ സെക്രട്ടറിയും മെത്രാച്ചനോടെ പോയി ഒരു കുടം പാമോയില് ജ്ഞാനായക്കാരെ മുഴുവൻ എല്ലാ ബാലഗോപാലന്മാരെയും തേച്ചു കുളിപ്പിക്കാനുള്ളത് അവിടുന്ന് കൊണ്ടുവരും. പണ്ടത്തെ പോലെ ചെറിയ കുടത്തിലല്ല, വലിയ കുടത്തിൽ കൊണ്ടുവരും എന്ന് പറയണം. അതല്ലേ ഇപ്പൊ ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നേ. നമുക്ക് വലിയൊരു പ്രതിസന്ധി വരുന്നു. എന്താണ് പ്രതിസന്ധി? അച്ഛന്മാരില്ല. വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ, അല്ലെ സഹോദരങ്ങളെ, അല്ലെ സഹോദരിമാരെ, അമ്മമാരെ. ആണുങ്ങളോടല്ല കേട്ടോ, പെണ്ണുങ്ങളോടാണ് പറയുന്നത്. കാരണം അവരാണല്ലോ ഇതൊക്കെ അറിയണ്ടേ. അപ്പൊ അവരോട് പറയാണ് നമുക്ക് വലിയൊരു പ്രതിസന്ധി വരികയാണ്. അപ്പൊ വീടുകൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അതിനറിയാം. കാരണം വാമഭാഗങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പ്രതിഷേധം ഉണ്ടാകത്തില്ല. ആദ്യം
അമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ നമുക്ക് വലിയ പ്രതിസന്ധി വരികയാണ്. അച്ഛന്മാരില്ലാതെ വരും, കുമ്പസാരം നടക്കാതെ വരും. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഓർത്തഡോക്സ് അല്ലെങ്കിൽ കഞ്ഞിക്കുഴി മെത്രാൻ കക്ഷിയിൽ നല്ല കില്ലാടി അച്ഛന്മാരുണ്ട്, കുമ്പസാരിപ്പിക്കാൻ നല്ല ബിരുദന്മാരായ അച്ഛന്മാരുണ്ട്. ആ കുമ്പസാരക്കാര് നല്ല മികച്ച രീതിയിലുള്ള കുമ്പസാരം ഈ കഷ്ടാനുഭവാഴ്ചയിൽ ക്നാനായ സമുദായത്തിന് ഉറപ്പുവരുത്തിക്കൊണ്ട് സമുദായ മെത്രാൻ വലിയ നീക്കം നടത്തുകയാണ്. ഇപ്പൊ ഈ ക്നാനായക്കാര് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പെങ്ങന്മാരെയും ഭാര്യമാരെയും കുമ്പസാരിപ്പിക്കാൻ ദേവലോകത്തിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇതിപ്പോ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം, ഞാനിപ്പോ ചാടി സ്വർഗത്തിൽ കയറും എന്ന രീതി ക്നാനായ സമുദായത്തിലെ ആണുങ്ങൾ കോൾമയിൽ കൊള്ളുകയാണ്. കാരണം തങ്ങളുടെ പെണ്ണുങ്ങളെ ഇതുവരെയും കുമ്പസാരിപ്പിക്കാത്ത രീതിയിൽ ശരിക്കും കുമ്പസാരിപ്പിക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പൊ ഇനിയാണ് ശരിയായ കുമ്പസാരം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർത്ത് ആനന്ദിക്കുക, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പുഷ്കലകാലമാണ്, നല്ല നല്ല കുമ്പസാരങ്ങൾ നടക്കും. അപ്പൊ കുമ്പസാരത്തിന് വേണ്ടി പ്രത്യേക സ്ക്വാഡിനെ നിങ്ങളുടെ മെത്രാൻ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ യോഗത്തിൽ ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാള് നമ്മളെ ഇവിടെ വന്ന് കുമ്പസാരിപ്പിച്ചു, കുമ്പസാരം ഒന്നും കുമ്പസാരമല്ല, ശരിയായ കുമ്പസാരം ഇനിയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ പുതിയൊരു ചെങ്ങാത്തം കൂടാൻ പോവാണ്. കാരണം പരമ്പരാഗത വൈരി അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പാമ്പും കീരിയും കൂടെ കൂട്ടുകൂടാൻ പോവാണ്. അപ്പോ ഇവിടെ പാമ്പ് റോയിയും കീരി മത്തായും ഒരുമിച്ച് ഒരു മരക്കൊമ്പിൽ ഇരിക്കും എന്ന് തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ. ഇപ്പൊ നമുക്ക് അത് നിങ്ങൾ കേക്ക്, അദ്ദേഹം പറയുന്ന ഇതാണ് വളരെ മലയാളത്തിൽ അദ്ദേഹം പറയുന്നത്. ഇത് ലൈവ് സ്ട്രീമിംഗ് ആണ്, ഞാൻ വളരെ ധൈര്യത്തോടെ പറയുകയാണ്. ഇനി ഇതിന്റെ അർത്ഥം ഇതല്ല, അതിന്റെ അർത്ഥം വേറെ ഒന്നാന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളി ഒന്നും ഇറക്കണ്ട. നിങ്ങളുടെ വണ്ടി കഞ്ഞിക്കുഴിക്ക് തന്നെ, മനസ്സിലായോ? ഇത് പ്രവചനമൊന്നും അല്ല. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, താങ്കൾ ഒരു പ്രവാചകനാണ്. പ്രവചനമൊന്നുമല്ല, ദിസ് ഈസ് കോമൺ സെൻസ്. മനസ്സിലായോ? അല്ലാതെ പ്രവചനമൊന്നുമില്ല, കോമൺ സെൻസ്. ഒന്ന് പറയാം, കേൾക്കാം, എന്തേ കേട്ടോ? നമ്മൾ നിങ്ങളുടെ കാരണം എനിക്ക് എന്റെ ദൈവജനമാണ്. അതിലൊന്നുമില്ല, സ്ഥാപനങ്ങളല്ല, പണമല്ല, ദൈവമാക്കി വെച്ച് ആ സ്ഥാനത്തിരുന്ന് എനിക്ക് ദൈവജനത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തിരിക്കും എന്ന് പറയുവാൻ എന്റെ സൈന്യമാരാ നിങ്ങളൊക്കെ എന്നാ പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതാണ് ഒരു സംഭവം. ഇത് ഒന്നൊന്നര സംഭവമാണ്. ഇപ്പോഴും പറയൂ, അയ്യോ അല്ല, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല സാർ, ഇന്നലെ ഞങ്ങൾ ഇല്ല സാർ. ഇത് തെറ്റാന്നൊന്നും പറയുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് അതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ആൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോവാം. രാജാവിന്റെ മകൻ സിനിമയ്ക്കകത്ത് വിൻസെന്റ് തോമസ് പറയുന്നല്ലേ, ഇതൊക്കെ സിനിമ കണ്ടാൽ മതി, ഓർത്തിരിക്കണ്ടേ. അപ്പം മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പിരിഞ്ഞു പോകാം.